അപകടരഹിതമാണ് സർ. നഗ്ന നേത്രത്തിൽ ഇവിടെ ശത്രുക്കളൊന്നും ഉള്ളതായി തോന്നുന്നില്ല. യു ക്യാൻ കം ഔട്ട് സർ. സാറിന് ഇങ്ങനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ ബോംബെ ഗലിയിലേക്ക് ഫോൺ ചെയ്തൊരു വാടക കൊലയാളിയെ ഈസി ആയിട്ട് സംഘടിപ്പിച്ചു തരുമായിരുന്നല്ലോ. മിണ്ടിപ്പോരുത്. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കുഴി കൊണ്ട് ചടിച്ചിട്ട് ഇപ്പൊ ബോംബെ ഗലി എനിക്ക് കളി വരില്ലട്ടോ. അല്ലാതെ ഒരു കൊല ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയ്ക്ക് മുതലാളി തന്നെ പറയണം. ആ മിസ്റ്റർ പണിക്കർ അല്ലേ? അതെ. We are from the CBI. Central Bureau of Investigation. I am CBI ഓഫീസർ കൃഷ്ണകുമാർ. ഇതെന്റെ അസിസ്റ്റന്റ് മുകുന്ദൻ. വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു അന്വേഷണത്തിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സോ ഞങ്ങൾ ഇവിടെ വന്ന കാര്യം മറ്റാരും അറിയാൻ പാടില്ല. ഞങ്ങൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് അറിയാവോ? എന്തിനാണ് പറയൂ. അല്ല, പണിക്കർ സാറിന് തെറ്റുപറ്റിയതാണ്. സാറിന് അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. എന്നോടൊന്നും ചോദിച്ചില്ല. ക്ഷമിക്കണം സാർ, എനിക്കൊന്നും അറിയില്ല. വേണുഗോപാൽ എന്നൊരു വ്യക്തിയെ പരിചയമുണ്ടോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. മുകുന്ദൻ സർ. കമൺ. 11-ാം തീയതി രാത്രി പണിക്കർ എവിടെയായിരുന്നു പറഞ്ഞത്? ഹോട്ടലിൽ. കടപ്പുറത്ത്. കൊച്ചിയിൽ. കൊച്ചിയിൽ കടപ്പുറത്തുള്ള ഹോട്ടലിൽ. പറ്റോ? ഞങ്ങൾ ഇനിയും വരും. CBI എന്ന് പറയുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നോട്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ്. എന്റെ ജീവിതം നായനാക്കി. രക്ഷപ്പെടുത്തി നായേ. ലക്ഷ്മി കുഞ്ഞെ, കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് മോളെ. വേണു വേണു ഇനി മടങ്ങി വരുന്ന കാര്യം സംശയമാണ്. We are from the CBI. നിങ്ങളെല്ലാവരും മിസ്റ്റർ വേണുഗോപാലിന്റെ ട്രൂപ്പിലെ അംഗങ്ങളാണോ? അതെ സാർ. സർ, ഡമ്മി ഇവിടെയും കൂടി ഇട്ട് നോക്കിയാലോ? വേണ്ടിവരും. സുഹൃത്തിന്റെ മരണത്തിലുള്ള ദുഃഖം ആരുടെയും മുഖത്ത് കാണാനില്ലല്ലോ. കൊല്ലപ്പെട്ട വേണുഗോപാലിനെ നിങ്ങൾ അവസാനമായി കണ്ടതെന്നാണ്? കഴിഞ്ഞ 11-ാം തീയതിയാണ് സാർ. മിസ്റ്റർ വേണുഗോപാൽ എങ്ങനെയുള്ള സ്വഭാവക്കാരനായിരുന്നു? ആള് വെറും കഞ്ഞിയും വെടിയും വിവരം കെട്ടവനും തെമ്മാടിയുമായിരുന്നു. ഈ മരണം ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. ഒരു തികഞ്ഞ മദ്യപാനിയും സ്ത്രീലമ്പടനും ബലാത്സംഗ വീരനുമായിരുന്നു. അവരെ ഇഞ്ചിഞ്ചായി. മുകുന്ദൻ. ഇതാണ് മിസ്റ്റർ മുകുന്ദൻ തൊട്ടിലങ്ങാടി. തൊക്കിലങ്ങാടി. തൊക്കിലങ്ങാടി. പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണല്ലോ. ഇപ്പം ലീഡിംഗ് പ്രൊഫഷണൽ ഡ്രാമ ആക്ടർ. പൊടി പൊടിക്കുന്നു. എന്റെ മരണവും ഇരട്ട സഹോദര പ്രയോഗമൊക്കെ നന്നായി ഏറ്റിരിക്കുക. കള്ളി വെളിച്ചത്തായി കേട്ടോ. കഷ്ടമുണ്ട് കേട്ടോ. ലക്ഷ്മി നേരെ ചൊവ്വെ ആഹാരം കഴിച്ചിട്ട് ദിവസം കുറേയായി. നിങ്ങൾ ഇവിടെ. വെരി സോറി. കുറച്ചു ദിവസം കൂടി എല്ലാം രഹസ്യമാക്കി വെച്ചേ പറ്റൂ. ഇക്കണക്കിന് ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോടും പറയില്ലായിരുന്നു അല്ലേ? തീർച്ചയായും.
ഇനിയെങ്കിലും പറയൂ, എന്താ ഉണ്ടായത്? എല്ലാം പറയാം. പണിക്കരെ ഗ്രൂപ്പിൽ നിന്നും മാറി വന്ന ഡ്രൈവർ അപ്പുക്കുട്ടനും ഞങ്ങളും ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു എല്ലാം. 11-ാം തീയതി രാത്രി ഇൻവെസ്റ്റിഗേഷൻ ഒരു മോറൽ സപ്പോർട്ടായി നമ്മുടെ നടനെയും കൂടെ കിട്ടിയതുകൊണ്ട് ഇതുവരെയുള്ള സംഗതികളെല്ലാം ക്ലീൻ. ഞാൻ ഓടിപ്പോയി ലക്ഷ്മി വിവരം അറിയിക്കട്ടെ? വേണ്ട, തൽക്കാലം ഈ ഒരു ഇമ്പാക്ട് നിലനിർത്താൻ വേണ്ടി രഹസ്യങ്ങളൊന്നും ലക്ഷ്മി അറിയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോ നമ്മുടെ അടുത്ത പരിപാടി? മോഹൻ കമോൺ. ഏത് നിമിഷവും ഇവിടെ ചോദ്യം ചെയ്യാൻ വരുമെന്ന CBI-ക്കാര് വിളിച്ചു പറഞ്ഞത്. എന്റെ കാർത്തിയാനി, ദൈവത്തോർത്ത് നീ മണ്ടത്തിലൊന്നും പറയരുത്. ഇതെന്തൊരു കൂത്ത്? മനുഷ്യ, നിങ്ങളുടെ പേടിയും വെപ്രാളവും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ആ പാട്ടുകാരനെ കൊന്നത്? പതുക്കെ പറ കാർത്തിയാനി. അതുകൊണ്ടല്ല, നമ്മൾ ചെയ്യാത്ത കുറ്റം വരെ നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ മിടുക്കന്മാരാ CBI-ക്കാര്. എനിക്കറിയോ എന്തെല്ലാം പരിപാടികളാണെന്നറിയോ അവരുടെ കയ്യില്. നല്ല ഇരുമ്പ് കമ്പി പഴുപ്പിച്ച് ദേഹത്തൊക്കെ വെക്കും. എന്നിട്ട് ചവണ കൊണ്ട് കയ്യിലെയും കാലിലെയും നഖങ്ങൾ വലിച്ചു പിഴും. എന്നിട്ട് ആ ഗ്യാപ്പിൽ മുളക് പൊടി വിതറി തുണി ചുറ്റും. എന്നിട്ട് കയ്യിലും കാലും പിടിച്ച് പിരിച്ചെല്ലാം. ഇങ്ങനെയൊക്കെയാണ് അവര് സത്യങ്ങൾ തെളിയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞോണ്ട് വരികയായിരുന്നു. എന്റെ ഈശ്വര, എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കണേ? അവരാ വരുന്നേന്ന് തോന്നണേ. കത്തേനി, നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്റെ കൂടെ നിന്നോളട്ടോ. നിനക്ക് പേടിയിട്ട് ഇങ്ങനെ നീങ്ങിയിരുന്നു. പേടിയുള്ളവരൊക്കെ ചുറ്റും നിന്ന്. സാറന്മാര് ഇരുന്നട്ടെ, ഇരുത്താൻ നോക്കണ്ട. 11-ാം തീയതി രാത്രി ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാർ. രാത്രി മുഴുവൻ ആഴ്ചപ്പേക്കും വായിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കായിരുന്നു. ഊണം കഴിച്ച് രാത്രിയിൽ എത്ര മണിക്ക് കിടന്നെന്ന് പറയാനാ പറഞ്ഞത്? പറഞ്ഞതുപോലൊക്കെ തന്നെ അല്ലേ ഞാൻ പറഞ്ഞത്? കാർത്യായനി എന്നല്ലേ പേര്? അയ്യോ, എങ്ങനെ അറിയാം? ഒരു മിനിറ്റ് വരൂ. ഞാൻ ശരിപ്പെടുത്തി തരാമെന്നേ. ഇങ്ങോട്ട് മാറിക്ക. അതിനടിക്ക് കൊണ്ടാണ് ടൈലറാ. ഇതിനു മുമ്പ് ആരെങ്കിലും കൊല ചെയ്തിട്ടുണ്ടോ? എന്താണ്? കോഴിയെ കൊന്നിട്ടുണ്ടോന്ന് പറ. 5 അടി. എന്താ ഈ ചെക്കൻ കാണിക്കുന്നേ? അവിടെ ചെന്നേക്ക്. വലിച്ചവന് ഞാൻ എന്താ ചെയ്യാ? ഇവിടെ നിന്നോ. 5 അടി 9 ഇഞ്ച്. അവന് ശവപ്പെട്ടി ഉണ്ടാക്കാനാവൂടാ. മിസസ് കാർത്യാനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ്? എല്ലാം എനിക്കിഷ്ടമാ. എന്നാലും കൂടുതൽ ഇഷ്ടം ദോശയും ചമ്മന്തിയാ. പക്ഷെ അദ്ദേഹത്തിന് ചെലവൊന്നും ഇഷ്ടമല്ല.
ടൈലറാ ഇതിനു മുമ്പ് ആരെങ്കിലും കൊലയിട്ടുണ്ടോ? എന്താണ്? കോഴിയെ കൊന്നിട്ടുണ്ടോന്ന് പറ. 5 അടി. എന്താ ഈ ചെക്കൻ കാണിക്കുന്നേ? അവിടെ ചെന്നേക്ക്. വലിച്ച പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഇവിടെ നിന്നോ. 5 അടി 9 ഇഞ്ച്. അവന് ശവപ്പെട്ടി ഉണ്ടാക്കാനാവൂടാ. മിസസ് കാർത്തിയാനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ്? എല്ലാം എനിക്ക് ഇഷ്ടമാ. എന്നാലും കൂടുതൽ ഇഷ്ടം ദോശയും ചമ്മന്തിയാ. പക്ഷെ അദ്ദേഹത്തിന് ചെലവൊന്നും ഇഷ്ടമല്ല. 2 ഗ്ലാസ് നാരങ്ങ വെള്ളം കിട്ടാൻ മാർഗമുണ്ടോ? അയ്യോ, ദേ ഇപ്പൊ കൊണ്ടുവരാ. ശരി, പൊയ്ക്കൊള്ളൂ. അത് ശരി. അപ്പൊ 11-ാം തീയതി രാത്രി എവിടെയായിരുന്നാ പറഞ്ഞത്? ഞങ്ങൾ 3 പേരും കടപ്പുറത്ത് കാറ്റ് കൊള്ളുവാൻ പോയിരുന്നു. മൂന്തൻ സാർ. ഡമ്മി റെഡിയാണോ? റെഡിയാണ് സാർ. ഡമ്മിയുമായി ടെറസിലേക്ക് വെക്കുള്ളൂ. സാർ. മദ്യപിക്കാറുണ്ടോ? ഇല്ല, വല്ലപ്പോഴും. ഡെയിലി. That's good. എല്ലാവരും വരും. എക്സ്ക്യൂസ് മീ സാർ. Yes? ഡമ്മി റെഡി. താഴേക്ക് ഇടട്ടെ. ഇടും. It's a fall from height, sir. I'll come down, sir. ഈ ബിംബം എന്തിനാ ഇവിടെ ഇട്ട് നോക്കണേ? കൊലപാതകം നടന്നത് ഇവിടെയല്ലല്ലോ. പിന്നെ എവിടെയാണ്? അല്ല, ഇവിടെ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെയാണ് ഉണ്ടായത്? ഒരിടത്തും ഉണ്ടായിട്ടില്ല. Very similar to കൂത്താട്ടുകുളം കേസ്, sir. Multiple injury leading to extraction of brain. ഓ മൈ ഗോഡ്. നിങ്ങളുടെ മകൾ എവിടെ? അകത്തുണ്ട്. നിങ്ങൾ ഇയാളെ നോക്ക്, ഞാൻ ഇപ്പൊ വരാം. ആരും കൂടെ വരണ്ട. ഇങ്ങോട്ട് പോരും. ഇനി പോരെ. എല്ലാരും കൂടി അകത്ത് പോകുന്ന തോന്നണേ. മിസ് ലക്ഷ്മി അല്ലേ? അതെ. ഐ എം കൃഷ്ണകുമാർ ഫ്രം CBI. വേണുവിന്റെ ഇരട്ടപ്പെട്ട സഹോദരനും കൂടിയാണ്. വേണുവും നിങ്ങളും തമ്മിൽ സ്നേഹത്തിലായിരുന്നു അല്ലേ? അതെ. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ നേരത്തെ വിളിക്കും. സാർ പറയുന്നത്? യെസ്. എങ്ങനെയാണ്, ആരാണ് എന്നൊന്നും ചോദിക്കരുത്. വേണു കൊല്ലപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ജീവിതം കളയാതെ നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമായി മുന്നോട്ട് പോവുക. ബി പ്രാക്ടിക്കൽ. കുട്ടിക്കൊരു പുതിയ ജീവിതം തരാൻ ഞാൻ തയ്യാറാണ്. എന്തു പറയുന്നു? ഇത്ര മീനായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഞാൻ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. അയാൾ തിരിച്ചു വന്നാലും വന്നില്ലെങ്കിലും ശരി, വേറൊരാൾക്ക് എന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവില്ല. ബട്ട് ലക്ഷ്മി, ലീവ് മീ അലോൺ, സർ. ഓക്കെ.